വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാബ സ്റ്റൈൽ എഗ് മസാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എഗ് മസാല ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഒരു കടായി ചൂടാക്കാൻ വെക്കാം. കടായിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരിക്കലും പൊടി കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. താല്പര്യത്തിനനുസരിച്ച് 5-6 മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് നേരം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത മുട്ട മാറ്റി വെക്കാം. ഇനി അതേ സെയിം കടായിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ദാബ സ്റ്റൈൽ ആയതുകൊണ്ടാണ് ഞാൻ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ദാബ സ്റ്റൈൽ ആയതുകൊണ്ടാണ് ജീരകം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് താല്പര്യമില്ലാത്തവർക്ക് കോക്കനട്ട് ഓയിലും കടുകും പൊട്ടിക്കാവുന്നതാണ് ജീരകത്തിന് പകരം. ഇനി നമുക്ക് ഇതിലേക്ക് 5 മീഡിയം സൈസ്ഡ് സവാള ചോപ്പ് ചെയ്തെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചോപ്പ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഇതിനെയും ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് കളറ് ചേഞ്ചായിട്ട് വരണം. ഇങ്ങനെ വരാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും. നന്നായിട്ട് ഇളക്കി വഴന്ന് വന്നാലേ ഈ ഒരു കളറ് മാറി വരത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയൊന്ന് മിക്സിയിലൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം കൂടെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതലായിട്ട് വേണ്ടിയവർക്ക് അതിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതൊരു മീഡിയം എരിവാണ് ഞാൻ പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ താല്പര്യമില്ലാത്തവർക്ക് ജീരകപ്പൊടി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 4 തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വേവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്ന് ഇങ്ങനെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങുന്നത്. ഏകദേശം 15-20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം വരെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആവി അടിക്കുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഇനി നമുക്ക് നമ്മൾ മുന്നേ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കസൂരി മേത്തി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി ഒന്ന് പൊടിച്ചത് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം ഇങ്ങനെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അവസാനമായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തതും കൂടെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്